ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ പഠിച്ച ഒരു കുട്ടിക്ക് യൂറോപ്പിൽ ഒരു ലോക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ആവുമോ കരിയർ ബിൽഡ് ചെയ്യാൻ? എന്താണ് നമുക്ക് തോന്നുന്നത്? എന്താണ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി എന്ന മേഖല എന്ന് പറയുന്നത്? ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്ന് പറയുന്നതിൽ നമുക്ക് ബാർസും റെസ്റ്റോറൻറ്റുകൾ അല്ലെങ്കിൽ ഹോട്ടൽസ്, ലോഡ്ജിങ് ഫെസിലിറ്റീസ് ഇതൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ കസ്റ്റമർ സർവീസ് തന്നെയാണ് ഇതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത്. എത്തരം രാജ്യങ്ങളിലായിരിക്കും, നമുക്കറിയാം ഏതു രാജ്യത്ത് പോയി കഴിഞ്ഞാലും ഇത്തരം ഫെസിലിറ്റീസ് എന്തായാലും ഉണ്ടായിരിക്കും. പക്ഷേ ഏറ്റവും അധികം ഇത്തരം ഇൻഡസ്ട്രി പ്രോമിനൻ്റ് ആയിട്ടുള്ള എത്ര രാജ്യങ്ങളിലായിരിക്കും? ടൂറിസം ഇൻഡസ്ട്രി ഏറ്റവും ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു രാജ്യത്തായിരിക്കും ഇതിന് ഏറ്റവും സ്കോപ്പ്. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അനേകം കുട്ടികൾ ടൂറിസം ആൻഡ് ടൂറിസം മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ഒക്കെ തന്നെ പഠിച്ചിറങ്ങുന്നുണ്ട്. ടൂറിസം ഫോക്കസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് പോലും നല്ലൊരു കരിയർ അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലേ? അപ്പോൾ വിദേശത്ത് നമുക്ക് നോക്കി നോക്കാം ഏതെല്ലാം രാജ്യങ്ങളിലാണ് ടൂറിസം ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഡെസ്റ്റിനേഷനിലാണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ നിൽക്കുന്ന ഒന്നാണ് അയർലാൻഡ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐലൻഡ് നേഷനായ അയർലാൻഡിന്റെ നല്ലൊരു ശതമാനം ഇൻകം ടൂറിസം മേഖലയിൽ നിന്നാണ് വരുന്നത്. ഇനി മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, ഷെങ്കൻ ഏരിയയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം യൂറോപ്യൻ അല്ലെങ്കിൽ ഷെങ്കൻ ഒരു യാത്ര പോകുന്ന ഒരു ടൂറിസ്റ്റ് ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഇറ്റലി, ഫ്രാൻസ് ഇതെല്ലാം നിർബന്ധമായിട്ടും കവർ ചെയ്തിരിക്കും. അതിമനോഹരങ്ങളായിട്ടുള്ള സ്ഥലങ്ങളും ഒരുപാട് ഹിസ്റ്റോറിക് ആയിട്ടുള്ള മോണ്യുമെന്റ്സ് ഉള്ള സ്ഥലങ്ങൾ എന്നുള്ളത് നമുക്കറിയുന്ന സ്ഥലങ്ങൾ. അതേപോലെ തന്നെ ഇവരുടെയും വരുമാനത്തിന്റെ നല്ലൊരു ശതമാനം ടൂറിസം വഴിയാണ് വരുന്നത്. അപ്പോൾ ഈ രാജ്യങ്ങളിൽ എന്തുകൊണ്ടാണ് ലോക്കൽ ലാംഗ്വേജ് ഒരു ബാരിയർ ആവില്ല എന്ന് പറയുന്നത്? ടൂറിസം പ്രൊഫഷണൽസിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസറാണ്. അതായത് ഇവർ കാറ്റർ ചെയ്യുന്നത്, ടൂറിസം എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ ആ രാജ്യക്കാരെ അല്ല നമ്മൾ കാറ്റർ ചെയ്യുന്നത് പ്രധാനമായിട്ടും, മറിച്ച് വിദേശികളായിട്ടുള്ള വ്യക്തികളെയാണ്. അപ്പോൾ അവർക്ക് നമ്മൾ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ജർമ്മൻ ഭാഷയും ഫ്രഞ്ച് ഭാഷയും സംസാരിച്ചാൽ എങ്ങനെയാണ് ടൂറിസം പ്രൊമോട്ട് ആവുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ടൂറിസം പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു കോമൺ ആയിട്ടുള്ള ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സംസാരിക്കുന്ന വ്യക്തികളുടെ ഒരു പ്രോമിനൻസ് ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്ന് അർത്ഥം. അതുകൊണ്ടാണ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആഗ്രഹിക്കുന്ന പ്രൊഫഷണൽസിന് ഇത്തരത്തിലുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് എല്ലാം ഒന്നാന്തരമായിട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റിയ മേഖലകളാണ് അല്ലെങ്കിൽ രാജ്യങ്ങളാണെന്ന് പറയുന്നത്.